ഞാനല്ല തുറന്നു വെച്ചാ തുറന്നു വെച്ചിട്ട് കളിയായാലും 3, 2 Welcome to Paris by Sasi YouTube channel. ഹലോ ഗൈസ്, നമുക്കൊരു ചെറിയൊരു ഇഫ്താർ പാർട്ടി സെറ്റ് ചെയ്താലോ? ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് കുറച്ച് പേര് നോയമ്പെടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് ഇഫ്താർ പാർട്ടി ഞങ്ങളെല്ലാവരും കൂടെ സെറ്റ് ചെയ്യുന്ന പ്ലാനാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഐറ്റംസ് കൊണ്ടുവരാമെന്നൊക്കെ ഏറ്റിട്ടുണ്ട്. അപ്പം ഞാൻ കൊണ്ടുവരാൻ ഏറ്റത് പരിപ്പുവടയും അത് തന്നെ പക്കാവടയും അതുപോലെ തന്നെ ഉള്ളിവടയൊക്കെ ചേർന്നിട്ടുള്ളൊരു സാധനമായിരുന്നു. ഞാൻ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം തന്നെ ഉണ്ടാക്കി. ഓരോരുത്തരും ഓരോ ഐറ്റംസ് ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് പരിപ്പടി ഉണ്ടാക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയൊരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ എന്നാലും എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തു. പിന്നെ വേഗം റെഡിയായി ഇറങ്ങി. ഞങ്ങളൊരു ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 5 മണിയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറച്ച് ലേറ്റായി. ഈ ഓടിപ്പോകുമ്പോൾ ഈ പുറകിൽ കാണുന്നതാണ് ഇംലാസ്. ഞാൻ ആക്ച്വലി ഇംലാസിനെ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഒന്ന് പുറകോട്ട് നോക്കിയപ്പോഴാണ് ആളെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു പരിപാടി നടക്കുന്ന സിറ്റി ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെയാണ്. ഇതിൻ്റെ ഒരു ഗാർഡനിലാണ്. ഞാൻ ചെന്നപ്പോഴത്തേക്ക് എല്ലാവരും കുറേ പേര് എത്തിയിട്ടുണ്ടായിരുന്നു, എല്ലാം സെറ്റ് ചെയ്തു. പിന്നെ വൈശാഖേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ വൈശാഖേട്ടനൊക്കെ വന്നു. പിന്നെ ഞങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മൊഹബത്ത് ക ഷർബത്ത് നമ്മൾ ഉണ്ടാക്കാം, കുറച്ച് ലേറ്റായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് കൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് ഒരു 6-6:30 ഒക്കെ ആയപ്പോഴാണ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഏരിയ ആയിരുന്നു കേട്ടോ. ഭയങ്കര അടിപൊളി എന്ന് വെച്ചാൽ ഭയങ്കര അടിപൊളിയായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലം. ഈ ഒരു പാർക്ക് രാത്രി 10 മണി വരെ ഓപ്പൺ ആയിരുന്നു. സോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഫുൾ ടൈം ഇരിക്കാൻ പറ്റി. ആക്ച്വലി ഞാനല്ല, ഇവിടെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് കാണുന്നുണ്ട്. ആ കണ്ടത് എന്നെ ഊക്കുന്നതാണ് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. അപ്പം നമ്മൾ കുറച്ച് കട്ട് ഫ്രൂട്ട്സും എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ സാധനങ്ങളായി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ചത് എല്ലാവരും കുറച്ച് സാധനം എന്നാണ്. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ലാസ്റ്റ് ഇതൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണെന്ന് ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതുപോലെ സാധനങ്ങളുണ്ടായിരുന്നു, വയറ് നിറച്ച് പൊട്ടാറാവുന്ന പോലെ. പിന്നെ അതുകൂടാണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആലൻ ഇന്ന് ഇവർക്ക് എല്ലാവരുടെയും കൂടെ തന്നെ അവന് നോയമ്പെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു കേട്ടോ. ആയിട്ടില്ലടാ, തുറന്നു വെച്ചാ തുറന്നു വെച്ചിട്ട് കളിയായാലും. അലൻ ഇത് ഫുൾ കഴിക്കണം കേട്ടോ. നിന്റെ പാത്രത്തിൽ ഞാൻ കഴിക്കും. പിന്നെ നോമ്പെടുത്തവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പെട്ടെന്ന് ഇതാക്കി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും എടുത്ത് പരിചയമുള്ളവർക്ക് അറിയാതൊക്കെ ആ കൊച്ചിയുടെ തിന്നല്ലേ എന്റെ ക്ലോക്ക് പ്രൗഡ് മൂമെന്റ്. 25-25 വയസ്സിൽ ആർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. എങ്ങനെ ഫുഡ് പ്രത്യേക ശ്രദ്ധയ്ക്ക് നാളെ മുതൽ അലൻ ഷുഗർ ഡയറ്റിലും കൂടെയാണ്. എല്ലാവരും കൈയടിച്ചു. 10, 9, 10, 9, 8, 7, 6, 5, അതൊന്നും അവൻ പറയാൻ പോയില്ല. ഉണ്ട് ഒരു മധുരം. കണ്ണൊക്കെ നിറയുന്നു. അങ്ങനെ നോമ്പൊക്കെ മുറിച്ച് ഞങ്ങളെല്ലാവരും നല്ല എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അലന്റെയും വൈശാഖേട്ടൻ താങ്ക്സ് പറച്ചിലായിരുന്നു കേട്ടോ. ഫസ്റ്റ് നന്ദി ഞാൻ സെസിലിക്കാണ് പറയുന്നത്. നടത്തിയാലോ എന്നുള്ള ഒരു പ്ലാൻ ഇട്ടത് നമ്മൾ ആദ്യം ബുധനാഴ്ച പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു ദിവസം മുമ്പാണ് ചെയ്തത്. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേക നന്ദി. പിന്നെ എല്ലാവരും സമയത്ത് എത്തിച്ചേർന്നു. അവരവരുടെ കോൺട്രിബ്യൂഷൻ അവരവർ ചെയ്തു. ഓരോരുത്തർ ഉണ്ടാക്കി കൊണ്ടുവന്ന എല്ലാവർക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. വൈശാഖ് 2 നമുക്ക് വേണ്ടി 6 മണിക്കൂർ മിനിമലായിട്ട് വിചാരിച്ചത്, വളരെ മിനിമലായിട്ട്. പക്ഷെ എന്താ വെച്ചാൽ
കുറച്ച് മാക്സിമൈസ് വളരെ നന്ദിയല്ലോ. അഞ്ജോളിയുടെ പഠിക്കാൻ മടിയുണ്ടെങ്കിലും കഴിക്കാൻ മടിയില്ലാത്ത അഞ്ജോളിയാണ് ഐസ്ക്രീം കൊണ്ടുവന്ന സാന്ദ്ര. ഐസ്ക്രീം സാന്ദ്ര കുറെ അധ്വാനിച്ചിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നു. ഇതും ഞാൻ ജോലിക്ക് പോയപ്പോ ഇവർ രണ്ടുപേരും കൂടാണ് ഇത് റെഡിയാക്കിയത്. ഏത് മൂഡ്? വെറൈറ്റി മൂഡ് മനസ്സിലായോ? ഈത്തപ്പഴം മേടിച്ചു. ഗായ്സ് അങ്ങനെ ഞങ്ങൾ ഇഫ്താർ ആഘോഷിച്ചു ഗായ്സ്. പ്രത്യേകിച്ച് ഗുലാബ് ജാമുൻ ഗായ്സ്. അഞ്ചോളി അതെ ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം എന്നാണല്ലോ, അതാണ് ഈ കണ്ടത്. പിന്നെ ഈ താങ്ക്സ് പറച്ചിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഡാൻസും പാട്ടും ഓട്ടപ്പിടുത്തവും പിന്നെന്താ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറച്ചിലും അങ്ങനെയുള്ള പല കലാപരിപാടികളായിരുന്നു. ലാസ്റ്റ് 10 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പാർക്കിൽ നിന്ന് ഞങ്ങൾ ലീവ് ചെയ്യുന്നത്. പാർക്ക് അടയ്ക്കാറായപ്പം അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ദിവസം ഞങ്ങൾ വളരെ എൻജോയ് ചെയ്ത് അവസാനിപ്പിച്ചു. ഞങ്ങളെല്ലാവരും പാരീസിൽ വന്നിട്ട് ഞങ്ങളുടെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് അല്ലെങ്കിൽ ഞങ്ങൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഡേ ആയിരുന്നു ഇഫ്താർ പാർട്ടി എന്ന് പറയുന്നത്. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് എല്ലാവരുമായി ഷെയർ ചെയ്ത് എല്ലാവരുമായി എൻജോയ് ചെയ്ത് കുറച്ചും കൂടെ എല്ലാവരുമായിട്ട് കുറച്ചും കൂടെ കണക്റ്റഡ് ആയി ഞങ്ങൾ. ഇനി നമ്മൾ അടുത്ത പരിപാടിയും ഇതുപോലെ തന്നെ അടിപൊളിയാക്കും. അപ്പം ബൈ ഒക്കെ പറയുന്ന നിന്നപ്പോഴാണ് ഈ സാധനം കയറി വരുന്നത്. ഇതാണ് കാർത്തികേയൻ വനരാജൻ. കാർത്തിക് യുണീക് ചൂസർ എന്ന് പറയും ഇൻസ്റ്റാഗ്രാം ID. എല്ലാവരും ഫോളോ ചെയ്യണം. ഹീസ് എന്നു പറയേണ്ട ജിം ബോയ് ആണ്, ക്യൂട്ട് ബോയ് ആണ്, ഹോട്ട് ബോയ് ആണ്. ഹൈറ്റ് 7 feet ആണ്. ഹൈറ്റ് കുറവാണ്. 6 feet ആണ്. ഹൈറ്റ് കുറവാണ്. ഹൈറ്റ് കുറവൊന്നുമില്ല. 6 feet ബോയ് ആണ്. ആവറേജ് ഇന്ത്യൻ ഹൈറ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് റീച്ച് ചെയ്യണമെങ്കിൽ റീച്ച് ചെയ്യാൻ. തമിഴ് കേരള ഹൈബ്രിഡ് പയ്യനാണ്. ഓക്കെ, പോരെ പോരെ മതി. ബൈ ഗൈസ്. ബൈ പറയൂ. Sign off.